മോളിവുഡിലെ വളർന്നു വരുന്ന സൂപ്പർ താരമാണ് നസ്ലിനെ ആരാധകർ കാണുന്നത്. അഭിനയത്തിലെ ഫ്ലെക്സിബിലിറ്റി, സ്ക്രീൻ പ്രസൻസ്, സൂപ്പർ ഹിറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ നസ്ലിന്റെ കരിയറിൽ ഏറെ ഗുണം ചെയ്യുന്നു. സമകാലീനരായ പല യുവതാരങ്ങൾക്കും മുകളിലാണ് ഇന്ന് നസ്ലിന്റെ ഗ്രാഫ്. പ്രേമലു എന്ന ഒറ്റ സിനിമയുടെ വിജയമാണ് നസ്ലിന് ഇത്രമാത്രം താരമൂല്യം കൂട്ടാൻ കാരണമായതും. എന്നാൽ ഈ അടുത്ത് നസ്ലിന് നേരെ വ്യാപകമായ ഹേറ്റ് കമന്റുകൾ വരുന്നതുമുണ്ട്. ആരാധകരായ യുവാവ് തോളിൽ കൈയിട്ടതിന് നസ്ലിന് ഇഷ്ടമായില്ല. അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നസ്ലിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ വന്നത്. ഒരു ഹിറ്റ് ചിത്രം ലഭിക്കുമ്പോഴും അഹങ്കാരം വന്നു എന്നായിരുന്നു ഭൂരിഭാഗം കമന്റുകളും. പിന്നീട് അങ്ങോട്ട് നസ്ലിനെതിരെ തുടരെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും വന്നു. അതിനിടെ അഭ്യൂഹങ്ങളും പ്രചരിച്ചു. പ്രേമലു 2 വൈകുന്നതിന് കാരണം നസ്ലിൻ തിരക്കഥയിൽ അതൃപ്തി ഉള്ളത് കൊണ്ടാണെന്നും ആസിഫ് അലിക്കൊപ്പം അഭിനയിക്കുന്ന ടിക്കി ടക്കിലെ ആസിഫിനേക്കാൾ പ്രതിഫലം നസ്ലിൻ ചോദിച്ചു എന്നെല്ലാമായിരുന്നു അഭ്യൂഹങ്ങൾ. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് നസ്ലിൻ ഇപ്പോൾ. അഭ്യൂഹങ്ങൾ നസ്ലിൻ തള്ളിക്കളഞ്ഞു. ഒരു ലൈവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. ടിക്കി ടാക്കിയുടെ ഷൂട്ടിംഗ് ജോയിൻ ചെയ്യാൻ 2 ദിവസമുള്ളപ്പോഴാണ് ഞാനും കാണുന്നത്. ആസിഫിനേക്കാൾ പ്രതിഫലം ചോദിച്ചുമെന്നും കേട്ടു. ആൾക്കാർക്ക് തോന്നുന്നത് എഴുതി വിടുമായിരിക്കും. അതിനൊന്നും ചെയ്യാനില്ല. ഓരോരുത്തർ ഇന്ന് ആൾ ഇങ്ങനെയാണെന്നൊക്കെ അവരുടെ ഇമാജിനേഷനിൽ പറയുന്നു. നമുക്കതിൽ ഒന്നും പറയാനോ പറ്റില്ല. വർക്കിൽ ശ്രദ്ധ കൊടുക്കുക. ടിക്കി ടാക്കിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആ റൂമർ വന്നു. അതുപോലെ ഉള്ളൂ എല്ലാ കാര്യങ്ങളും എന്ന് നസ്ലിൻ പറയുന്നു. നെഗറ്റീവ് കമന്റുകൾ കൂടുതലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണെന്ന് നസ്ലിൻ തുറന്നു പറയുന്നു. ഓണം റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് നസ്ലിന്റെ പുതിയ ചിത്രം ലോക ചാപ്റ്റർ 1. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി വനിതാ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്ന എന്ന പ്രത്യേകതയും ലോകയ്ക്കുണ്ട്. ഡൊമിനിക് അരുൺ ആണ് രചനയും സംവിധാനവും. കല്യാണി പ്രിയദർശനാണ് നായിക.